മൈസൂരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സൈറ്റ് സീനാണിത്. ഫിലോമിന ചർച്ച്. ഒരു 400-ലധികം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ പുറത്ത് കുറേ മോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. ഫുള്ള് കരിങ്കല്ലായിരുന്നു. ഇപ്പോൾ മാർബിളിലൊക്കെ കുറേ വർക്കുകളൊക്കെ ഇതിൻ്റെ പുറത്ത് ചെയ്തിട്ടുണ്ട്, കുറേ കൂടെ മനോഹരമാക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് പോളിഷും പെയിൻറ്റിങ്ങും ഒക്കെ നടക്കണമെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഇതിൻ്റെ അകത്തൊന്ന് കയറാം. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ബ്രിട്ടീഷുകാരാണ് ഇത് പണിതെന്നാണ് ഞാൻ കരുതുന്നത്. 400 വർഷം പഴക്കമെന്ന് പറയുമ്പോൾ അത്രയും ഉണ്ടല്ലോ. ലത്തീൻ രൂപതയുടെ കീഴിലുള്ള ചർച്ചാണിത്, മൈസൂരുള്ള. ഇവിടുത്തെ സ്വദേശികളാണ് ഇവിടുത്തെ ഇടവക ജനങ്ങൾ. ഈ പള്ളിയുടെ പുറകിലൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അടിയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നത്. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഫിലോമിന പുണ്യവതിയുടെ 2 രൂപങ്ങളാണ്. ഇത് ഇവിടുത്തെ പഴയകാല സെമിത്തേരിയാണ്. അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്ന് ഇതുപോലത്തെ സെമിത്തേരി ഉണ്ട്, ഇങ്ങനെ അറകളായിട്ട്. അതുപോലത്തെ സെമിത്തേരികളാണ്. ഇതിപ്പോൾ നിരവധി ആൾക്കാർ ഇവിടെ അടക്കിയിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുകൾ ഈ ഫലകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ആയിരക്കണക്കിന് ആൾക്കാരെ ഇവിടെ അടക്കിയ ഒരു സെമിത്തേരിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇങ്ങോട്ടെല്ലാം ഉണ്ട്. വിശുദ്ധ യോസേപ്പിതാവ് ശയിക്കുന്ന ഒരു രൂപമാണ് ഈ കാണുന്നത്. ഇത് പുറത്തേക്കുള്ള വഴി. ഈ ഇടവകയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഈ ഇടവകയിലെ ചെറുക്കനും പെണ്ണും. ഇവിടെ മൈസൂർ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വന്നിട്ടാണ് പോകാറ്. മൈസൂർ ടൂറിൽ 30-ലധികം സൈറ്റ് സീൻ പോയിന്റുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 10 അതിൽ 5 സൈറ്റ് സീൻ പോയിന്റ് 4 പാർട്ടുകളായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ വിട്ടുപോയത് ശ്രീരംഗ സ്വാമി ക്ഷേത്രവും, അതുപോലെ ടിപ്പുവിൻ്റെ സമർ പാലസ്, കബറിടം, അതുപോലെ കോട്ട, പിന്നെ മൃഗശാല തന്നെ 3 മണിക്കൂറോളം കാണാനുണ്ട്. 7 മുതൽ 7:30 വരെയും രാജകൊട്ടാരം ഫുള്ള് ലൈറ്റ് ഇടും. അത് വർണ്ണിക്കാനാവാത്ത ഒരു കാഴ്ചയാണ്. നമുക്ക് ആ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇപ്പോൾ സമയം 6:30 ആയുള്ളൂ, അരമണിക്കൂറും കൂടെ ഉണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് കൊണ്ട് മാത്രമുള്ള കളിപ്പാട്ടങ്ങളാണ് ഇവിടെ വയ്ക്കുന്നത്. ഇതുകൊണ്ട് ഈ ചേട്ടൻ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. ലൈറ്റ് ഇട്ടു. അടിപൊളി, സൂപ്പർ. ഇതാണ് കാഴ്ച. ഇതാണ് മൈസൂരിലെ ടൂറിലെ ഏറ്റവും വിശിഷ്ടമായൊരു കാഴ്ച. ഈ കാഴ്ച സീസൺ ടൈമിൽ മാത്രം ശനി ഞായർ ദിവസങ്ങളിൽ അരമണിക്കൂറും, അല്ലാത്ത സമയങ്ങളിൽ സീസൺ ടൈമിൽ ബാക്കി ഇട ദിവസങ്ങളിൽ 15 മിനിറ്റുമാണ് ഈ ഒരു കാഴ്ച നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ ചാമുണ്ടി ഹില്ലിൽ പോകണം. അതിൻ്റെ മുകളിൽ നിന്ന് ഈ മൈസൂർ നഗരം മുഴുവൻ ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതും വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത്ര മനോഹരമാണ്. നിങ്ങൾ വരികയാണെങ്കിൽ അതും മിസ്സാകാതെ കാണുക. ഓക്കെ, ഈ മൈസൂർ ടൂറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ചാമുണ്ടി ഹില്ലിൻ്റെ മുകളിൽ നിന്ന് മൈസൂർ നഗരം മുഴുവൻ ലൈറ്റ് ഇട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. അത് വർണ്ണിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രയും വളരെ മനോഹരമായ ഒരു കാഴ്ച. മൊബൈൽ എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ യഥാർത്ഥ ഭംഗി കാണത്തില്ല, നേരിട്ട് വന്ന് കാണണം.